എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 12, 13 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നടക്കാനുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ലൈനപ്പ് തന്നെ നിങ്ങൾക്ക് കാണാം. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SPCID അസിസ്റ്റന്റ് ജയിലർ, ഇങ്ങനെ ഒരു വലിയ ലൈനപ്പ് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ പ്രിലിംസ് ആൻഡ് മെയിൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുള്ളത്. 4999 രൂപയുടെ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ ആയിട്ട് 2499 രൂപയ്ക്ക് കിട്ടുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 400 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫുൾ ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ എക്സാംസുകൾ, പ്രത്യേകിച്ച് മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PQ ഡിസ്കഷൻ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഏറ്റവും മികച്ച ഓഫർ 2499 രൂപയ്ക്ക് ഏറ്റവും മികച്ച ഓഫർ തന്നെയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ നിങ്ങൾക്ക് വളരെയധികം വർത്ത് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. സോ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി അതുപോലെ തന്നെ 2026 നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ വെബ്കോ LDC ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ പ്രിലിംസ് ആയിരിക്കും, ചിലതൊക്കെ മെയിൻസ് ആയിരിക്കും. സോ ഈ ഒരു 10th ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന മെന്റർ സപ്പോർട്ടൊക്കെ ഉള്ള 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, അതുപോലെ തന്നെ റിവിഷൻ എക്സാമുകൾ, അതായത് ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, പിന്നെ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെ ഒരു നല്ലൊരു പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന 10th ലെവൽ റെക്കോർഡ് ക്ലാസ്സുകളും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1499 രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ജനുവരി 12 പ്രത്യേകതയാണ്. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല അല്ലേ. ജനുവരി 12 എന്ന് പറയുന്നത് ദേശീയ യുവജന ദിനമാണ്, നാഷണൽ യൂത്ത് ഡേ ആണ്. എന്തെന്ന് പറയുന്നത് ജനുവരി 12 എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദിനം ആചരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതായത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 എന്തായിട്ട് ആചരിക്കുന്നു? നാഷണൽ യൂത്ത് ഡേ ആയിട്ട് അല്ലെങ്കിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇതിനൊപ്പം നമ്മൾ അറിഞ്ഞു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി, അതായത് എന്നാണ് ഈ പറയുന്ന ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1984 ആണ് കേട്ടോ. 1984 എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഇത് ദേശീയ യുവജന ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും 1985 ആദ്യത്തെ ദേശീയ യുവജന ദിനം എന്ത് ചെയ്തത്? ആചരിച്ചത്. അപ്പോൾ 84 പ്രഖ്യാപിച്ചു എങ്കിലും 85 ആദ്യത്തെ ദേശീയ യുവജന ദിനം എന്ത് ചെയ്തത്? ആചരിച്ചത്. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 12 ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ISRO ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. കാരണം റീസെന്റ് ആയിട്ട് ഇപ്പോൾ ISRO വിക്ഷേപിച്ച 1-2 വിക്ഷേപണങ്ങൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നമ്മളിപ്പോൾ പുതിയൊരു മിഷൻ കൂടി പഠിക്കുകയാണ്. അതായത് 2026 ജനുവരി 12 വിക്ഷേപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്താണ്? PSLV C62 അഥവാ EOS N1 എന്ന് പറയുന്ന ദൗത്യം. ഭൗമനിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമായിട്ടുള്ള EOS N1 അഥവാ അന്വേഷ എന്ന് പറയുന്ന സാറ്റലൈറ്റ് എന്തിന്റെ ഭാഗമായിരുന്നു? ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2026 ജനുവരി 12 PSLV C62 എന്ന് പറയുന്ന മിഷൻ എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ ഇതിന് മുൻപ്, അതായത് 2025 മെയ് 18 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതുപോലെ തന്നെ മറ്റൊരു മിഷൻ നമ്മുടെ ISRO വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് PSLV C61 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിനാണ് വിക്ഷേപിച്ചത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതും പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന PSLV C62 ആയിക്കോട്ടെ അല്ലെങ്കിൽ C61 ആയിക്കോട്ടെ, ഇത് രണ്ടും പരാജയപ്പെട്ടത് ഇതിന്റെ 3ാം ഘട്ടത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 61, 62 ഇത് രണ്ടും പരാജയപ്പെട്ടു. 61 എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് 18 2025 മെയ് 18. 62 എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജനുവരി 12 കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അതായത് 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ജേതാക്കൾ ആര് എന്നുള്ളതാണ്. അപ്പോൾ 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ജേതാക്കൾ ആര് എന്നുള്ളതാണ്. ഇത് വിയപുരം ചുണ്ടനാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം തോന്നും, കാര്യം ഈ പറയുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്നത് ഒരു വള്ളംകളിയാണോ, ഇങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ടാവും. സോ നമുക്ക് അത് ഇവിടെ തന്നെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IPL ഒക്കെ പോലെയല്ലേ, അതുപോലെ ഒരു പ്രീമിയർ ലീഗ് മോഡൽ നടത്തുന്ന എന്താണ് വള്ളംകളിയാണ്, വള്ളംകളി ടൂർണമെന്റ് ആണ് ഈ പറയുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ട്രോഫിയോട് കൂടി എന്ത് ചെയ്യും, ഇത് ആരംഭിക്കും. അപ്പോൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി മുതൽ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി വരെയുള്ള മത്സരങ്ങൾ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? നെഹ്റു ട്രോഫി മുതൽ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി വരെയുള്ള എല്ലാ വള്ളംകളിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമാണ് എന്ത് ചെയ്യുന്നത്, ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്നത് ഒരു വള്ളംകളി മത്സരമല്ല, ഒരു ടൂർണമെന്റ് ആണ്. അതായത് നെഹ്റു ട്രോഫി മുതൽ പ്രസിഡന്റ്സ് ട്രോഫി വരെയുള്ള വള്ളംകളികളിലെ ജേതാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം ഏതാണോ അവരെയാകും, അല്ലെങ്കിൽ ആ വള്ളത്തെയാകും എന്ത് ചെയ്യുന്നത്, ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത് വിയപുരം ചുണ്ടനാണ്. കാരണം ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി കഴിഞ്ഞത്. 2025 പ്രസിഡന്റ്സ് ട്രോഫി, പക്ഷെ 2026 ജനുവരിയിലാണ് എന്ത് ചെയ്തത്, കഴിഞ്ഞത്. സോ ഇത് കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിയപുരം ചുണ്ടൻ എന്ത് ചെയ്തിരിക്കുന്നു, ജേതാക്കളായിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം നെഹ്റു ട്രോഫി. 2025 നെഹ്റു ട്രോഫി ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയപുരം ചുണ്ടനാണ്. ഇനി 2026 പ്രസിഡന്റ്സ് ട്രോഫി കഴിഞ്ഞതോടുകൂടിയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2026 നടന്ന 2025 പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിരണം ചുണ്ടൻ. ആരാണ്? നിരണം ചുണ്ടനാണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരും കൂടെ ഓർത്തു വയ്ക്കുക. ദെൻ ഈ വർഷം അതായത് 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്നത് 5ാമത്തെ എഡിഷൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു കായിക ഭവൻ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നിലവിലെ കായിക മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാനാണ് എന്ത് ചെയ്തത്, ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു കായിക ഭവൻ എന്ത് ചെയ്യും, ഉടനെ ആരംഭിക്കും. ആ കായിക ഭവനിൽ തന്നെ ആയിരിക്കും നമ്മുടെ കേരളത്തിന്റെ സ്പോർട്സ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വ്യക്തമാക്കാൻ പറ്റുന്നത് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്, കേരളമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ കായിക മന്ത്രി എന്ന് പറയുന്നത് വി അബ്ദുറഹ്മാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കായിക മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻസുഖ് മാണ്ഡവ്യാണ്. സോ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബ്രഹ്മപുരത്താണെന്നുള്ള കാര്യം ഓർക്കുക. ഈ പറയുന്ന ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ ബ്രഹ്മപുരത്ത് തന്നെയാണ് ഇതിനു മുൻപ് ഭയങ്കരമായ രീതിയിൽ അതായത് മാലിന്യ പ്ലാന്റിന് തീപിടുത്തം ഉണ്ടായതും ഇതേ ബ്രഹ്മപുരത്ത് തന്നെയാണ്. സോ ബ്രഹ്മപുരത്ത് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരികയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. ദെൻ ഈ പറയുന്ന ബ്രഹ്മപുരം വിഷയം ആസ്പദമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് എന്ന് പറയുന്നത് ഇതുവരെ എന്നുള്ള കാര്യമാണ്. സോ അതുകൂടെ നോട്ട് ചെയ്യുക. ദെൻ ഈ പറയുന്ന ബ്രഹ്മപുരം തീയണയ്ക്കാനായിട്ട് നടത്തിയ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ആണ്. ആ ഒരു പേരും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു തവള ഇനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന ഗാലക്സി ഫ്രോഗ് എന്ന അപൂർവ ഇനം തവളകളെ എന്ത് ചെയ്യുന്നു, ഫോട്ടോ ടൂറിസം മൂലം ഭീഷണി നേരിടുന്നതായിട്ട് സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ പറയുന്നത്. ചില പത്രങ്ങളിൽ ഒന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ചില പ്രത്യേക ജീവി ഇനങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫോട്ടോ ടൂറിസം മൂലം ഭീഷണി നേരിടുന്നതായിട്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം തവളയാണ് ഈ പറയുന്ന ഗാലക്സി ഫ്രോഗ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോലക്കറുമ്പി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ചോലക്കറുമ്പി എന്നറിയപ്പെടുന്ന തവള ഇനങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന ഫോട്ടോ ടൂറിസം മൂലം ഭീഷണി നേരിടുകയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻ സപ്പോസ് എന്ത് ചെയ്യുകയാണ്, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരികയാണ്, കറുമ്പി എന്ന് പറയുന്നത് എന്തിന്റെ ഇനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, തവള ഇനമാണ്. സോ അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഏത് എന്നുള്ളതാണ്. അത് കെ.ഇ. പെന്യൂർ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയത്തെ പിന്തുടർന്നുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഈ പറയുന്ന കെ.ഇ. പെന്യൂർ എന്ത് ചെയ്തിരിക്കുന്നത്, മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ കെ.ഇ. പെന്യൂർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. അരുണാചൽ പ്രദേശിലാണ് ഈ പറയുന്ന കെ.ഇ. പെന്യൂർ എന്ന് പറയുന്ന ജില്ലയുള്ളത്. അത് ഇന്ത്യയിൽ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ബയോ ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക, അതുപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യം, പോഷണം തുടങ്ങിയവയൊക്കെ, വരുമാനം, ഇതൊക്കെ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ബയോ ഹാപ്പിനെസ് എന്നുള്ള കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും തന്നെ ഈ പറയുന്ന കെ.ഇ. പെന്യൂറും ചേർന്ന് പറയുന്ന ജില്ലയും ചേർന്നാണ്, ആ ജില്ലാ ഭരണകൂടവും ചേർന്നാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറാനായിട്ട് കെ.ഇ. പെന്യൂറിനെ എന്ത് ചെയ്തത്, പ്രാപ്തമാക്കിയത്. ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയം അത് എം എസ് സ്വാമിനാഥന്റെ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. തന്നെ ഈ പറയുന്ന എം എസ് സ്വാമിനാഥന് 2024 മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഭാരതരത്ന കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സോമനാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം ഈ പറയുന്ന സോമനാഥ ക്ഷേത്രം ഗുജറാത്തിലാണ് അല്ലെ. അപ്പൊ ഈ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്, മുഹമ്മദ് ഗസ്നിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റിന് അതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതായത് അടുത്തിടെ സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്, അടുത്തിടെ സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രം ഏത് എന്നുള്ളതാണ്. ഇത് സോമനാഥ ക്ഷേത്രമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. 2026 എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സോമനാഥ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്, ആക്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2026 to 2026, അതായത് 1000 വർഷം, അതായത് മുഹമ്മദ് ഗസ്നി ഈ പറയുന്ന സോമനാഥ ക്ഷേത്രം ആക്രമിച്ചതിന്റെ 1000 വർഷം എന്ത് ചെയ്യുന്നു, 2026 പൂർത്തിയാവുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, സ്വാഭിമാൻ പർവ് എന്ന് പറയുന്ന ആഘോഷം എവിടെ നടത്തിയിരിക്കുകയാണ്, സോമനാഥ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുകയാണ്. സോ അതൊന്ന് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്ലീപ്പ് എഫ് എം വികസിപ്പിച്ചത് ആരാണ്? സ്ലീപ്പ് എഫ് എം അതായത് നമ്മുടെ ഉറക്ക ശീലങ്ങളെ ബേസ് ചെയ്തിട്ട് ആരോഗ്യം പ്രവചിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്നത്. അപ്പോൾ അത് വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ഏതാണ്? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് ഈ പറയുന്ന സ്ലീപ്പ് എഫ് എം വികസിപ്പിച്ചത്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ T20 വരും, അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റ് വരും, ടെസ്റ്റ് ക്രിക്കറ്റ് വരും. സോ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലുമായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? വിരാട് കോഹ്ലി ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1ാം സ്ഥാനത്ത് ആരായിരിക്കും? അത് സച്ചിൻ ആണ്. 1ാം സ്ഥാനത്ത് സച്ചിൻ ആണ്. ഇത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഈ പറയുന്ന വിരാട് കോഹ്ലി ഇപ്പോൾ റീസെന്റ് ആയിട്ട് സംഘക്കാരുടെ റെക്കോർഡ് മറികടന്നാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ്, ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് പൂർത്തിയാക്കിയ താരമായിട്ടും ആര് മാറിയിട്ടുണ്ട്? വിരാട് കോഹ്ലി മാറിയിട്ടുണ്ട്. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത് വീണ്ടും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 650 സിക്സറുകൾ നേടിയ ആദ്യ താരം. നമുക്ക് ഓൾറെഡി തന്നെ അറിയാം അല്ലേ. അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ആയാലും അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് ആയാലും ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലുമായിട്ടായാലും ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് ആരാണ്? രോഹിത് ശർമ്മയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ വീണ്ടും അദ്ദേഹം ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ, അതായത് എല്ലാ ഫോർമാറ്റിലുമായിട്ട് 650 സിക്സറുകൾ നേടിയ ആദ്യ താരം എന്ന് പറയുന്ന റെക്കോർഡ് ആർക്കാണ്? രോഹിത് ശർമ്മയ്ക്കാണ്. സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ 2026 നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഓൾറെഡി തന്നെ നമുക്ക് മനസ്സിലായി കാണും, ഇതിന്റെ പ്രിലിംസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസും ഉണ്ട്. സോ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു റെക്കോർഡ് കോഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നിലവിൽ 999 രൂപയാണ്. അതായത് 2999 രൂപയുടെ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ ആയിട്ട്, അതായത് 2000 രൂപ കുറച്ച് 999 രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അപ്പോൾ ഇനി ഈ ക്ലാസ് വഴി ഞങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഇത്രയും റേറ്റ് കുറവായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കളയോ എന്നൊരു ടെൻഷനൊന്നും വേണ്ട. അതായത് ഈ കോഴ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് തരുന്നു. ദെൻ അതുപോലെ തന്നെ 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാംസ് ഉണ്ട്. ദെൻ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. സോ ഇത്രയും പോലെ
1,999 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി കോഴ്സ് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടത് കാരണം ഈ ഓഫർ ലിമിറ്റഡ് ഓഫറാണ്, ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഓഫറാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കിയാലോ. ആദ്യം പറഞ്ഞ എന്താ ഒരു പ്രധാനപ്പെട്ട ദൗത്യം അല്ലേ, PS സർവീസ് C62 അഥവാ EOS N1 എന്ന് പറയുന്ന അഥവാ അന്വേഷ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ച നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ISRO മിഷൻ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, മിഷൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു പോയി. 2026 ജനുവരി 12-നാണ് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്. ഇതേ സമാനമായ രീതിയിൽ PS സർവീസ് C61 എന്ത് ചെയ്തിരുന്നു, പരാജയപ്പെട്ടിരുന്നു. അത് 2025 മെയ് മാസം 18-നാണ് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം 2025 ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ആണ്. അപ്പോൾ വി എ ജേതാക്കളെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒരു പ്രീമിയർ ലീഗ് മോഡൽ നടക്കുന്നതാണ്. ദെൻ നെഹ്റു ട്രോഫിയോട് കൂടി തുടങ്ങും, പ്രസിഡന്റ്സ് ട്രോഫിയോട് കൂടി അവസാനിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണത്തെ അതായത് 5ാമത് എഡിഷൻ ആണ് ഈ ഒരു ചാമ്പ്യൻസ് ബോർഡ് ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് വി എ ചുണ്ടൻ. സോ അതുകൊണ്ട് അവരാണ് വിന്നേഴ്സ്. ദെൻ അതിനുശേഷം പറഞ്ഞു കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്, നമ്മുടെ കേരളമാണ്. ദെൻ അതിനുശേഷം കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്, എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ്. ദെൻ അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് എവിടെയാണ്, അരുണാചൽ പ്രദേശിലെ KE പന്യൂർ ആണ്. ഈ ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, MS സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മേ ബി ഇത് തന്നെ ചോദിക്കണമെന്നില്ല, ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല. മീൻസ് ഈ ഒരു ആശയം ആരുടേതാണ് എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു തവളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലേ, അതായത് പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന ഗാലക്സി ഫ്രോഗ് അഥവാ നമ്മൾ അതിനെ പറഞ്ഞു ചോലക്കറുമ്പി. അപ്പൊ ഈ ചോലക്കറുമ്പി എന്ന് പറയുന്ന അപൂർവ ഇനം തവളകള് ഫോട്ടോ ടൂറിസം മൂലം ഭീഷണി നേരിടുന്നതായിട്ട് റീസെന്റ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടായിട്ട് ചോദിക്കണമെന്നുണ്ടോ, ഇല്ല. ചോലക്കറുമ്പി എന്ന് പറയുന്നത് എന്തിനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്തൂടെ, തവളകളാണെന്ന് ആൻസർ ചെയ്തൂടെ. ദെൻ അതിനുശേഷം പറഞ്ഞു സ്ലീപ്പ് FM വികസിപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം സ്വാഭിമാൻ പർവ്വ ആഘോഷിച്ച നമ്മുടെ ഗുജറാത്തിലെ ക്ഷേത്രം ഏതെന്ന് പറഞ്ഞു, സോമനാഥ ക്ഷേത്രമാണ്. ദെൻ അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ്, മുഹമ്മദ് ഗസ്നി ഈ പറയുന്ന സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് 1026-ലാണ്. അപ്പോൾ നമ്മൾ 2026 നോക്കുമ്പോൾ അതിന്റെ എത്രാമത്തെ വാർഷികം, 1000-ാമത്തെ വാർഷികം. സോ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന സ്വാഭിമാൻ പർവ്വ എന്ന് പറയുന്ന ആഘോഷം അവിടെ നടത്തിയത്. ദെൻ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യം പറഞ്ഞു. അതായത് വിരാട് കോഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലുമായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്ത് നിലവിൽ വിരാട് കോഹ്ലിയാണ്. ദെൻ അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലുമായിട്ട് 650 സിക്സറുകൾ നേടിയ ആദ്യ താരം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ്. സോ അതുകൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ മെത്തനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഫോട്ടോ കാറ്റലിറ്റിക് മെറ്റീരിയൽ അവതരിപ്പിച്ചത് ആര് എന്നാണ്. അപ്പോൾ IIT ഗുവാഹത്തി, IIT കൊൽക്കത്ത, IIT ബോംബെ, IIT ബംഗളൂരു. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ലക്നൗ, ഇൻഡോർ, ഭോപ്പാൽ, ജയ്പൂർ. ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ്, തിരുവനന്തപുരത്ത് അല്ലേ. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും അറിയാം. ദെൻ രണ്ടാമത്തെ ചോദ്യം, ആധാറിന്റെ ഭാഗ്യചിഹ്നം എന്ത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ സാഗ്യകി, അരുൺ, അക്ഷയ്, ഉദയ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്, ഉദയ് ആണ്. അപ്പോൾ ഇനി വരുന്നൊരു പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, ആധാറിന്റെ ഭാഗ്യചിഹ്നം എന്താണ്, ഉദയ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജനുവരി 12, 13 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.